ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്, പിക്നിക്കിന് പോവുകയാണ്. പാവങ്ങളുടെ പിക്നിക്കാണ് ഇതിൻ്റെ പേര്. ഗൈസ് ഞങ്ങൾ സാധനം നോക്കുമ്പോൾ തന്നെ ഗൈസ് ഞങ്ങൾ ഒരു വാട്ടർ മെലൺ വാങ്ങി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ തണ്ണിമത്തനും ചിപ്സും സംഭാരം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ വെള്ളത്തോടിക്ക് പോവുകയാണ്. ഓട്ടോ വിളിച്ചിട്ടാണ് 30 രൂപ ചാർജ് എന്നാണ് തോന്നുന്നത്, അറിയില്ല. ഗൈസ് ഞങ്ങൾ വഴി ചോദിക്കാൻ അനുഷനെ വിട്ടിട്ടുണ്ട്. അനുഷനെ ഞങ്ങളുടെ DL അടുത്തൊരു ചേച്ചി ഉണ്ട് അവിടെ. അപ്പം അനുഷ വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് വഴി, പക്ഷെ നമുക്കിവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിയൊന്നും പ്രവേശിക്കാൻ പാടില്ല തോന്നുന്നുണ്ട്. ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷൻ എത്തി. ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ പച്ചപ്പ്, വേനൽക്കാലാന്ന് പറയേയില്ല. ഇവിടെ കുറച്ച് പറയൂട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കൂടെ തന്നെ പോവാം. ഇത് കൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത്. കറക്റ്റ് പിക്നിക് മോഡായിരിക്കും സത്യം. ആ പുല്ലിലൊക്കെ ഇരുന്ന അടിപൊളിയായിരിക്കും. എന്ത് നല്ല സ്ഥലല്ലേ, എന്ത് വിശാലായിട്ട് പറന്ന് നടക്കണമൊക്കെ. ഒന്നും അല്ല അവസ്ഥ. ഈ ഫോണിൽ നേരെ ക്ലിയർ ഇല്ലാത്തതാണ്. അത്രയ്ക്ക് ഭംഗി അവിടെ. ഒന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ ഒരു സീറ്റ് ഇരിക്കാന്ന് മാത്രം. അയ്യോ ഗൈസ് ഞങ്ങൾ ഇതവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോ തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി ഞങ്ങൾ അവിടേക്ക് പോവുക. ഞങ്ങളുടെ തണ്ണിമത്തം ഉണ്ട്, കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ചൂടുണ്ട്. കുട എടുക്കണോ? ഞാൻ തൊപ്പി ഉണ്ടായിട്ട് വിടാതെ ഇറക്കാം. നിന്റെ തൊപ്പി വേണോ? ഇതെടുക്കണ്ടേ? പക്ഷെ എൻ്റെ ഒരു ഫോട്ടോ കേട്ടോ. പോയിക്കോ ഗൈസ്, നല്ല രസമുണ്ട്. ആ മരം എനിക്കിഷ്ടമായി. എനിക്കെന്തോ വേറെ ഏതോ സ്ഥലത്ത് എത്തിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആകാശം. ആനിഷ് ബോക്സ് ഞങ്ങളുടെ പിക്നിക്ക് അതാ എവിടെ. ഇനി എന്താ പറയാ, ഞങ്ങക്ക് ഇതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്റ്റൂളുണ്ട്. ഇത് അനുഷയ്ക്ക് മാത്രം കൊണ്ടുവന്ന കേട്ടോ. ഒന്നേ കൊണ്ടുവന്നിട്ടുള്ളൂ. 3 എണ്ണം കൊണ്ടുവരണ്ടേ? കയറില്ലാതെ നീ ഞങ്ങളെ അവിടെ ഊഞ്ഞാല് കെട്ടാൻ വല്ല ലൊക്കേഷൻ ഉണ്ടോന്നോ പപ്പാണ്. പക്ഷെ നമ്മൾ കെട്ടിച്ചാൽ അവർ പൊട്ടിച്ചാടി നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഇവിടെ നല്ല രസമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് മനസ്സിലായി ഇവിടെ കെട്ടിയിട്ട് ഇനി ബാക്കി എവിടെ കെട്ടുന്നു? അത്രയ്ക്കൊക്കെ സ്ഥലം ഉണ്ടോ ഇത്? ഗൈസ് നല്ല രസമുണ്ട്, നല്ല സ്ഥലം. കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആകാശം കാണാൻ എന്ത് രസം. ഓക്കെ, അപ്പൊ ഇനി ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവരുടെയൊക്കെ കഴിച്ചിട്ടില്ല. ഞാൻ കണ്ടോ കഴിച്ച് എന്റെ ഇതിലാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇല്ല ഒക്കെ കഴിച്ചിട്ടുണ്ട്. മധുരമുള്ള എല്ലാ ഭാഗവും കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടില്ല. ഞങ്ങൾ നല്ല ആൾക്കാരാണ്. ഫോട്ടോ എടുക്കണ്ടേ? സോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. 4 ആയിട്ടുണ്ട് സമയം. 5:30 ആകുമ്പോഴേക്കും ഇവിടെ ബസ്സുണ്ട്, ഡയറക്റ്റ് ബസ്സുണ്ട്. പോണം. ട്രാൻസിഷൻ സോണ്. അപ്പുറത്തേക്ക് കുറേ കല്ലും ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ കണ്ടോ കുറേ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കണ്ടോ എൻ്റെ ഫ്രണ്ട്സ് എന്ത് രസാണ്. അവരെല്ലാം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി. ഞങ്ങളുടെ പിക്നിക് സ്ഥലം. എൻ്റെ ടൂറിന് വാങ്ങിയ തൊപ്പിയാട്ടോ അത്. അനുഷ വെറുതെ കൊണ്ടുവന്ന ഊഞ്ഞാല്. ഇത് രണ്ടാളും 2 സൈഡിലും പിടിച്ചിട്ട് ആടേണ്ടി വരും. കയറ് കൊണ്ടാതെ വന്നു. ഞാൻ കണ്ടുപിടിക്കുന്നിട്ട് ഞാൻ തന്നെ സ്വയം ആടും. ആണോ? പക്ഷെ നമ്മൾ കെട്ടിയാൽ ചിലപ്പോൾ ഇടുപ്പ് ഒടിയും. ഇവിടെ കണ്ടോ സേവ് ദ ഡേറ്റ് വമ്പം പ്രോഗ്രസിങ് ആണ്. ഈ ഭാഗത്ത് ആര് കല്യാണം കഴിച്ചാലും ഇവിടേക്കാവും വരിക. കറുത്തു. അനുഷ നിന്റെ സേവ് ദ ഡേറ്റ് എവിടെയാണോ? അല്ല, പിന്നെ എവിടെ? വിദേശത്താ. അങ്ങ് വിദേശത്ത്. അനുഷ വിദേശത്ത് പോകുന്നത്. പാസ്പോർട്ട് ഇല്ലാതെ എന്താ പറയാ, കള്ളവണ്ടി കയറാൻ പോവാണ് അനുഷ. സേവ് ദ ഡേറ്റ് കഴിച്ചാൽ വായ കഴുകണം, അല്ലാതെ ഞങ്ങളെപ്പോലെ വായ കഴുകാതിരിക്കലാണ്. പക്ഷേ
2 ഫോൺ എൻ്റെ അടുത്ത് ഉണ്ട്. മനുഷ്യ ഇരിക്കേ. എന്താ ശ്രീതൊന്ന് പൊട്ടി വീടാనికి ക്യാമ്പിന് പോണ ലാസ്റ്റ് മുതുകില്ലാണ്ടാവും ഞാൻ. ക്യാമ്പിനൊക്കെ വലുതല്ലേ നമ്മുടെ ജീവിതം ആസ്വാദകരമാക്കുന്നത്. കുപ്പിച്ചില്ലും കൂടെ ഉണ്ടാവും കൂടി കുത്തി കേറിയ. അയ്യോ മീശ മാധവൻ വീഴുന്ന അതന്നെ അതിടാട്ടോ. പൊട്ടി വീണൊരു സൗണ്ട്. തോം തോം തോം. ഞങ്ങള് വീണ്ടും ഫോട്ടോ എടുത്തു. ഇവിടെ കുറച്ച് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ വരും. അടിപൊളി ഫോട്ടോയാണ്. ഞങ്ങളുടെ ബാഗൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇനി സംഭാരം കുടിക്കാൻ പോവാണ്. നോക്ക് എന്ത് രസാ അവിടെ. ഇതിന്റെ പാവാട എങ്ങനെ കട്ട് ചെയ്യും? കൊണ്ടുവന്ന സ്റ്റൂൾ എന്തായാലും മുതലാക്കുക. അവിടെ ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ ചാണകം ഉള്ളതുകൊണ്ട് ഒരാൾക്ക് ഇവിടെ ഇരിക്കുക. തണുപ്പ് പോയി. ഹായ് സംഭാരം. ഓ സുഖം, എന്തൊരു സുഖം. അവിടെ ഇരുന്നു. ആരവിടെ ഇരുന്നോട്ടെ. ഇനി നെക്സ്റ്റ് സംഭാരം കൂടി. സാമി സാമി. ആകെ ഒരു പോസ്റ്റുള്ളൂ ഗൈസ്. ശ്രീധരൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എവിടെയോ ഞാൻ അപ്പുറത്ത് നിൽക്കണം. ചക്രം ഒരു തണ്ണിമത്തനേ ഉള്ളൂ. അതുകൂടെ കാലിയാക്കി ഞങ്ങള് ഇവിടുന്ന് പോവാണ്. സാക്രിഫൈസ് ചെയ്തു. അവൾക്ക് കുറച്ച് മതി ഇത്രേ. ഞാൻ സാക്രിഫൈസ് ചെയ്യില്ല, എനിക്ക് വലുത് വേണം ഞങ്ങൾക്ക്. ഓക്കെ, ഞങ്ങൾ ചക്രം തീർത്തു, തണ്ണിമത്തം തീർത്തു, സംഭാരം തീർത്തു. അങ്ങനെ ഞങ്ങളുടെ പിക്നിക്കും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ബായ്. ഞങ്ങൾ പോവാണ്. നമുക്ക് മല നല്ല രസമുണ്ട്. സമയം 5:30 എന്നിട്ടും വെയില് പോയിട്ടില്ല. പക്കോടമല എവിടെ பார்த்தாലും ഫോട്ടോഷൂട്ട്. ഇവിടെ ഒരാൾക്കാര് ഇവിടെ സേവ് ദ ഡേറ്റ് ആണ്. സേവ് ദ ഡേറ്റ് കൊണ്ട് ഈ സ്ഥലം എന്തായാലും ഫേമസ് ആയി. മനുഷ്യ തോർത്തിട്ട് നടക്കുക. ഒന്നുമേ കാണാനും കേൾക്കാനും വയ്യേ. ഒരു ബിഗ് ബോസിന്റെ ജബ്രി കോംബോ ഞാൻ ഇവിടെ എല്ലാവരെയും മണക്കുന്നു. ജബ്രി പോയി ഗൈസ്. ജബ്രി അല്ല ഗബ്രി. ഗബ്രി ജായ് ഇപ്പോഴും ഉണ്ടാവണേ. ജാസ്മിനെ ഇപ്പൊ